ശരിക്കും പറഞ്ഞാൽ ഇതൊരു നൊസ്റ്റാൾജിക് ഫുഡ് തന്നെയാണ്. പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് രാത്രി കാലങ്ങളിൽ നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും. അപ്പം മെസ്സൊന്നുമില്ല, എല്ലാം അടച്ചിരിക്കും. അങ്ങനെ ആകുമ്പോൾ കാട്ടിൽ പോയി ബ്രെഡ് മസാല കഴിക്കും. ഇതുപോലെ തന്നെ ബൺ മസാലയുണ്ട്. ഈ മസാല ഉണ്ടാക്കി ബണ്ണിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് തരുന്നതാണ് ബൺ മസാല. സോ ഇത് നമ്മൾ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫുഡ് തന്നെയാണ്. ഇപ്പം എല്ലാവരും നൊസ്റ്റാൾജിയയുടെ പുറകിനാണല്ലോ പോകുന്നത്. ഇതും ഒരു നൊസ്റ്റാൾജിക് ഫുഡ് തന്നെയാണ്. ഹലോ, വെൽക്കം ബാക്ക്. വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനമാണ്. ഇതിന് ബ്രെഡ് മസാല എന്ന് പറയും. ആസ് യൂഷ്വൽ നമ്മുടെ പാൻ ചൂടാകുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. വളരെ ലൈറ്റായിട്ട് മതി. നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് ആ ഒരു ഉള്ളി വളരാൻ മാത്രം മതി. നമുക്കുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്. ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് അതും ചെറുതായിട്ട്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത് മല്ലിയില. നമ്മുടെ പാൻ ചൂടായി, അതിലേക്ക് നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞ സബോള ഇടുക. സബോള ഒന്ന് ബ്രൗണായി വരിക. ഒത്തിരി അങ്ങോട്ട് വഴന്നു പോകരുത്. ദെൻ ഇഞ്ചി, പച്ചമുളക്, ഇനി വരുന്നത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ടൊമാറ്റോ. മല്ലിയില കൂടെ ഉണ്ട്, അത് നമ്മൾ ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കുകയാണ്. സോ ഇതൊന്ന് വഴന്നു വരണം. കൂടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം മതി. എഗെയിൻ നമ്മളൊന്നുകൂടെ വഴറ്റുക. നമ്മുടെ സബോള ഒരു ചെറിയ ലൈറ്റ് ബ്രൗണിഷിലേക്ക് മാറുന്നു. ഇനിയാണ് നമ്മളുടെ സൂപ്പർ സാധനമായ മുട്ട ആഡ് ചെയ്യുന്നത്. ഇതിന് നടുക്കോട്ട് മുട്ട പൊട്ടിച്ച് നേരെ ഒഴിക്കുക. 1 2. അങ്ങനെ ഞാനിന്ന് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കുക. ജസ്റ്റ് ഒന്ന് കൂടി കഴിയുമ്പോൾ അതങ്ങ് ഡ്രൈ ആകരുത്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ്, ഇതൊരു 3 സ്ലൈസ് ബ്രെഡ് ഉണ്ട്. ഇതിനെ ഞാൻ പീസാക്കി വെച്ചിരിക്കുക. അത് ഈ കൂട്ടത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. തീ തീരെ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഈ മുട്ടയെല്ലാം ഈ ബ്രെഡിലേക്ക് പിടിക്കുകയാണ്. നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രി കാലങ്ങളിൽ വിശക്കുമ്പോൾ അന്നൊക്കെ ഈ തട്ടുകടകൾക്ക് ഞങ്ങളവിടെ പറയുന്ന കാട്ടെന്നാണ്. കാട്ടിൽ പോയി ബ്രെഡ് മസാല കഴിക്കും. ഓക്കെ, ഇത്രയായി. ഇനിയുള്ളത് അടുത്തൊരു ചെറിയ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു ലേശം മീറ്റ് മസാല. അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ സ്പ്രിങ്കിൾ ചെയ്യുന്നു. നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഈ ബ്രെഡ് പീസസിൻ്റെ മുകളിലെല്ലാം നമ്മുടെ മുട്ട പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതേ മല്ലിയില. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെഡ് മസാല റെഡിയായി കഴിഞ്ഞു. ചൂട് ബ്രെഡ് മസാല ഇതേ റെഡി.
സോസ് വേണ്ടവർക്ക് സോസ് ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് കൂട്ടാനായിട്ട് സൈഡിൽ വയ്ക്കാം. അല്ലാതെ ഇത് ഇങ്ങനെ തന്നെ കഴിച്ചാൽ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്ക് വൈകുന്നേരത്തെ സ്നാക്സിന് കൊടുക്കാൻ പറ്റും. ഡിന്നർ ഒന്നുമില്ലെങ്കിൽ തട്ടിക്കുട്ടി വേഗം ഉണ്ടാക്കിയെടുത്ത് ഒരു ബ്രെഡ് മസാല ആക്കാനും പറ്റും.